മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങുന്നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. തന്നിരുളിൽ കാരുണ്യത്താരങ്ങളാ
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിനായി കാത്തിരിക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരെയും ഇന്നത്തെ നേഴ്സസ് ടൈം എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലി മേഖലയിലും ഒത്തിരി വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതായി നമുക്ക് തോന്നാറില്ലേ? ഇന്ന് എന്നോടൊപ്പം അബുദാബി നേഴ്സസ് മിനിസ്ട്രിയിലെ 3 നേഴ്സുമാരാണുള്ളത്. സൗമ്യ, ആൻസമ്മ, റോഷൻ. നമുക്ക് ഇവരെ കൂടുതലായി പരിചയപ്പെടുകയും ഇവരുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങൾ ശ്രവിക്കുകയും ചെയ്യാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. കർത്താവിൻ്റെ ശുശ്രൂഷ മേഖലയിലേക്ക് വിളിക്കപ്പെട്ട നഴ്സുമാരായ നാം ഓരോരുത്തരും അനുദിന ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിൽ ശുശ്രൂഷ മേഖലയിൽ ഈ സ്നേഹം മറ്റുള്ളവരോട് എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതിനു മുമ്പ് പരസ്പരം പരിചയപ്പെടാം. എൻ്റെ പേര് റോഷൻ, ജീവിത പങ്കാളിയുടെ പേര് ഷിബു, 2 കുട്ടികളുണ്ട്, അബുദാബിയിൽ ജീവിക്കുന്നു. എൻ്റെ പേര് സൗമ്യ, ഹസ്ബൻഡിൻ്റെ പേര് ജിൻഡോ, ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഞങ്ങൾ അബുദാബിയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ആൻസമ്മ, ഹസ്ബൻഡിൻ്റെ പേര് സനോജ്, 2 കുട്ടികളാണ് എനിക്കുള്ളത്, അബുദാബിയിൽ കുടുംബത്തോടൊപ്പം കഴിയുന്നു. നമുക്കറിയാം, നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ മറ്റു ഫീൽഡിൽ കാണുന്ന പോലെയല്ല. ഒരു IT മേഖലയിലോ അല്ലെങ്കിൽ വേറൊരു കസ്റ്റമർ കെയർ സ്ഥാപനത്തിലോ കാണുന്ന പോലെ 100% സന്തോഷമുള്ളവരല്ല നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലേ? ഒരിക്കലും 100% സന്തോഷവും ഉള്ളവരല്ലെങ്കിലും ഒത്തിരി വേദനയും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു വരുന്നവരാ നമ്മളുടെ അടുത്തേക്ക് വരുന്നവർ. അവർ നമ്മളുടെ അടുത്ത് വരുമ്പം നമ്മളുടെ സമീപനത്തിൽ വ്യത്യാസം കാണണം. ഈ നഴ്സിംഗ് പ്രൊഫഷൻ എങ്ങനെയാണ്, ഈ ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷനിലേക്ക് ആൻസമ്മ വന്നു ചേർന്നത്? ഞാൻ നഴ്സിങ്ങിലോട്ട് കടന്നു വന്നത് എൻ്റെ മൂത്ത ചേച്ചി എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, യോഹന്നാൻ 15:16 പ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ജെറമിയ 1:5 കർത്താവ് ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്: മാതാവിൻ്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നെന്ന്. കർത്താവിന് നമ്മളെ ഈ ഒരു നേഴ്സ് ആക്കണമെന്നുള്ളത് ദൈവം ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ കർത്താവിൻ്റെ തീരുമാനമായിരുന്നു. സൗമ്യയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായും. ഞാനും മറ്റാരുടെയൊക്കെയോ പ്രേരണ മുഖേനയാണ് നഴ്സിംഗ് ഫീൽഡിലേക്ക് വന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് കടന്നു വന്നത്. ശരിയാ. നമ്മളിപ്പം ഈ നഴ്സസ് മിനിസ്ട്രി എന്നൊരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾക്ക് നിങ്ങൾക്ക് 2 പേർക്കും പറയാനുണ്ടാവും. നമുക്കതൊന്ന് പങ്കുവയ്ക്കാം. നമ്മളെ കൂട്ടായ്മയിലോട്ട് വന്നതിന് ശേഷമുള്ള വ്യത്യാസം കുടുംബത്തിൽ അനുഭവിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ നമ്മളെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു വിടുന്നത്. നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ ഞാൻ ഓർക്കുമായിരുന്നു, നേരത്തെയൊക്കെ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ഒരു 8 മണിക്കൂർ എങ്ങനെയെങ്കിലും തള്ളി നീക്കി ഒന്ന് പെട്ടെന്ന് വീട്ടിൽ വരണം, ആ ഒരു വിചാരമായിരുന്നു. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു ഫോർമേഷൻ ക്ലാസ്സുകളും ട്രെയിനിങ്ങും അതെല്ലാം കഴിഞ്ഞപ്പം എത്ര വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അനുദിന ജീവിതത്തിലെ നമ്മുടെ പേഴ്സണൽ പ്രെയർ, ആ പ്രെയറിൽ അന്ന് കാണാൻ പോകുന്ന, കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാവരെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാനും. ഞാൻ വർക്ക് ചെയ്യുന്നത് പീഡിയാട്രിക് സർജറി യൂണിറ്റിലാണ്, കുഞ്ഞുങ്ങളുടെ തിയേറ്ററാണത്. അപ്പോൾ അവിടെ വരുന്ന സർജൻസിന് വേണ്ടിയും അനസ്തറ്റിസ്റ്റിന് വേണ്ടിയും അവിടുത്തെ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയും കൂടെ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്കും വരുന്ന രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അവരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ദിവസം കർത്താവെ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സൗഖ്യവും ഈ കുഞ്ഞിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സൗമ്യയ്ക്ക് പറയാനുണ്ടോ? റോഷനേച്ചി പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലാണെങ്കിലും മുമ്പൊക്കെ ജോലിക്ക് പോകുമ്പോൾ ആ കറക്റ്റ് ഒരു 12 മണിക്കൂർ ജോലി ചെയ്ത് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ രോഗികളോട് സംസാരിക്കാൻ കൂടുതൽ സമയം ഞാൻ കണ്ടെത്തുന്നു. അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും എൻ്റെ പ്രാർത്ഥനയിൽ അവരെ കൂടിയൊക്കെ ഒന്ന് ഉൾപ്പെടുത്താനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി സിക്കായിട്ടുള്ള രോഗികളെ കിട്ടുമ്പോൾ നിരാശയിൽപ്പെട്ട് കഴിയുന്ന അവർക്ക് പ്രത്യാശയുടെ വചനങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ ആ രോഗി ചിലപ്പോൾ
ഇതെനിക്ക് സുഖപ്പെടുന്ന അസുഖമല്ല എന്ന രീതിയിൽ നിരാശയിൽ കഴിയുന്ന ആ രോഗിയോട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വചനം കൂടുതൽ ദൈവസ്നേഹം അവർ അനുഭവിക്കുന്നതായിട്ടും അതിലൂടെ രോഗസൗഖ്യം അവർക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഐസൊലേഷൻ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവരുടെ രോഗത്തിൽ നിന്ന് മീൻസ് അവരെ ഒരു പ്രത്യേക റൂമിലേക്ക് മാറ്റി മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് ഒരു റൂമിൽ ഇട്ടിരിക്കുന്ന രോഗികളുമായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ആ ഐസൊലേഷൻ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം 5-6 മാസം അവർക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയം വെറുതെ വേസ്റ്റാക്കി കളയാതെ ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയും കൊന്ത ചെല്ലണം. നിങ്ങൾക്ക് കൊന്തയില്ലാത്തവരാണെങ്കിൽ ഞാൻ കൊന്ത എത്തിച്ചു കൊടുക്കാറുണ്ട്. ബൈബിൾ വേണമെങ്കിൽ അവർക്ക് വേണ്ടി ബൈബിൾ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യാൻ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് പ്രചോദനം ലഭിക്കാറുണ്ട്. വളരെ സന്തോഷം സ്വാമി ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ. ഞാൻ കാലം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, ഞാൻ പണ്ട് ജോലിക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന, നമ്മൾ ഈശോയെ ജോലിക്ക് പോവുകയാണല്ലോ, അപ്പോൾ പ്രാർത്ഥിച്ച് പോകണം, അതുകൊണ്ട് ഓടി തട്ടിക്കൂട്ടി പ്രാർത്ഥനയൊക്കെ ചെല്ലി നമുക്ക് നേരമില്ല എന്നുള്ള എക്സ്ക്യൂസുകൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് തിരിച്ച് കാലത്തിൽ എനിക്ക് വ്യത്യാസം വരുത്താൻ സാധിച്ചതെന്ന് പറയാൻ, ഇപ്പോൾ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ബൈബിൾ വായിച്ചിട്ടേ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ അടുക്കളയിലോട്ട് കയറാറുള്ളൂ. അതുകൊണ്ട് പ്രകടമായ വ്യത്യാസം എനിക്ക് പല കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നു. ആ ജീവിതത്തിൽ ആ ദിവസം മുഴുവൻ ആ കർത്താവിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം സമയം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അന്നത്തെ അസൈൻമെൻറ്റ് രോഗികൾക്ക് വേണ്ടിയിട്ടും കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയും ഡോക്ടർമാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ആർക്കെങ്കിലും ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നു. അങ്ങനെ ഒരു വളരെ വ്യത്യാസം എനിക്ക് ജോലി മേഖലയിൽ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. റോമ 5:5 ഇപ്രകാരം പറയുന്ന വചനം, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന്. നമുക്കറിയാം, നമ്മൾ ശുശ്രൂഷിക്കുന്ന രോഗികൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരും ഈ ഒരു വ്യത്യാസം തിരിച്ചറിയുന്നുണ്ടാകും. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം ഒരു സഹോദരി പങ്കുവച്ചതാണ്. ആ കുട്ടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചൊരു കാര്യം. ലൂക്ക 11-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ആ കുട്ടി പറയുമായിരുന്നു, എനിക്ക് ജോലിയില്ലാതിരുന്ന സന്ദർഭത്തിൽ ഈ വചനം ക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ചൂണ്ടിക്കാണിച്ച് കർത്താവിനോട് ഞാൻ പറയുമായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി തരണമെന്ന്. ആ കുട്ടി പറയാം, ഞാൻ പ്രാർത്ഥിച്ചു, അത് അതുപോലെ സംഭവിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒത്തിരി വർദ്ധിക്കുന്നില്ലേ? അൻസമയ്ക്ക് അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതെ, നമ്മൾ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ രീതി മാറി. നമ്മൾ മുമ്പ് നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് നമ്മുടേതായ മാനുഷികമായ നല്ല സൗന്ദര്യ വാക്കുകളൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ പോട്ടെ സാരമില്ല. ഇപ്പോൾ നമ്മൾക്കൊരു വചനം ഉണ്ടാവും, എപ്പോഴും നമുക്ക് റെഡിമെയ്ഡായിട്ട് വചനം ഉണ്ടാവും. ഈവൻ എല്ലാ വചനങ്ങളും കാണാതറിയില്ലെങ്കിൽ തന്നെ നമ്മളത് ആ ദിവസം തന്നെ അത് കണ്ടുപിടിച്ച് കോട്ടിങ്ങോടുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മക്കളും ജീവിത പങ്കാളിയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്, പിന്നെ കൂട്ടുകാരും. ആ ഒരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദിവസം എൻ്റെ കൂട്ടത്തിലുള്ളൊരു കൊച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നു. അവൾക്ക് എന്തോ പ്രശ്നത്തിൽ അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ അവൾക്കൊരു വചനം പറഞ്ഞു കൊടുത്തു. ഏശയ്യ 54:17, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകിയില്ല, നിനക്കെതിരെ തിരിയുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും. ആ വചനത്തിൽ ആ മകൾ വിശ്വസിച്ചുകൊണ്ട് ആ വചനം എഴുതിയെടുത്ത് പോക്കറ്റിൽ സൂക്ഷിച്ച് ഇന്നോളം സൂക്ഷിച്ച് പ്രാർത്ഥനയിലും വചനത്തിലും ആഴപ്പെടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്ത പഴയ കാലത്തായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, പണ്ട് എങ്ങനെയെങ്കിലും ജോലി ചെയ്തിട്ട് 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഓടി വീട്ടിൽ വരണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് കർത്താവിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ആ വചനവും ആ സ്നേഹവും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്ന രോഗികൾക്കും. ഞാൻ കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് എപ്പോഴും സമയമില്ല. ഉള്ള സമയത്ത് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരോട് സംസാരിക്കണം, നമ്മുടെ സമയം ഒത്തിരി പോകും. ഇപ്പോൾ അവരുടെ വീട്ടുകാരെയും മാതാപിതാക്കളെയും കാണാൻ എനിക്ക് ശരിക്കും ഞാൻ ആഗ്രഹിച്ച് കാത്തിരിക്കാറുണ്ട്. കാരണം അവരോടും ഈ കുഞ്ഞുങ്ങളുടെ നമ്മൾ പരിചരിക്കുന്ന ഈ ഈശോയുടെ സ്നേഹം അവർക്കും അനുഭവിക്കാനായിട്ട് ഇടവരുത്താറുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒത്തിരി അംഗവൈകല്യങ്ങളും ഒത്തിരി സങ്കീർണമായ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത്. അപ്പോൾ അവർ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ തിരുരക്തം ഒഴുക്കി ഈ മക്കൾക്ക് രോഗശാന്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങയുടെ സ്നേഹം എന്നിലൂടെ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും അത്ഭുതകരമായ രോഗശാന്തികൾ നമുക്ക് വളരെ പെട്ടെന്ന് അനുഭവിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്. അൻസ ചേച്ചി പറഞ്ഞ പോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ
സഹപ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഇപ്പോൾ കൂടുതലായിട്ടൊരു പ്രചോദനം ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വില എനിക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരൊരു പ്രശ്നങ്ങൾ പറയുകയാണ്, അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയോട് പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥന സഹായം യാചിക്കാനും അതിലൂടെ എത്രയും പെട്ടെന്ന് അവർക്കൊരു ഉത്തരം ലഭിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-18 തിരുവചനം ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇത് അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എത്ര ലാഘവത്തോടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ. എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി മുമ്പൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിലും കൊന്ത ചൊല്ലുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഒത്തിരി സമയം ചെലവഴിക്കാൻ മെനക്കെടാറില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിൽ കൂടുതൽ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് ഓരോ മരിച്ച ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ വ്യത്യാസമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതെ റോഷൻ, നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടെ മനോഭാവമേ മാറിപ്പോയി, ഡൈമെൻഷനെ മാറിപ്പോയി എന്ന് പറയാം. അത് ശരിക്കും നമുക്ക് മനസ്സിലാകും. നമ്മൾ പഴയ പ്രാർത്ഥിക്കുന്നവരല്ല, നമ്മൾ പണ്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നമുക്കിപ്പം ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറി, നമ്മുടെ കുദാശകളുള്ളത് മാറി. അത് നമ്മുടെ ജീവിത പങ്കാളിയിലും കുടുംബത്തിലും നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവരോട് ആ സ്നേഹം പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോഴും, അയൺ ചെയ്യുമ്പോഴും, കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ആയാലും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഈശോയെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പല ബലഹീനതകളിലും ആത്മാവ് നമ്മളെ സഹായിക്കുന്ന കാണാം. അതുപോലെ സഹനങ്ങൾ വരുമ്പോൾ ഈശോയെ ചെറിയ ചെറിയ സഹനങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മുമ്പ് ആദ്യം ഫോൺ വിളിച്ച് നമ്മളോട് പറയുമായിരുന്നു ഇന്നതാ പ്രശ്നമൊന്നും. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഈശോയ്ക്ക് കാഴ്ചവെക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നു. അത് വലിയൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത്. ആ സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പരാതികളില്ല. മുമ്പ് എനിക്കിപ്പോൾ പരാതികളായിരുന്നു ജീവിതത്തിൽ. പരാതികളും ചെറിയ ചെറിയ മുറുമുറുപ്പും എല്ലാം ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ദൈവകൃപയാൽ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചപ്പോൾ ഞാൻ ഈശോയുടെ സ്നേഹ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ശരിയാ, ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഓരോ കാര്യം ചെയ്യാൻ ഞാൻ ഓർക്കുക. ഞാൻ കുക്ക് ചെയ്യാനൊക്കെ ഒത്തിരി പിറകോട്ടാണ്. അപ്പം ഞാൻ കുക്ക് ചെയ്യുമ്പം ഇപ്പം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് കുക്ക് ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, ഇപ്പം കുക്ക് ചെയ്യുന്നതിന് പരിശുദ്ധാത്മാവ് കൂടിയിട്ടാണെന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ടേസ്റ്റ് കുറയുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കാതെയാണോ കുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ സഹനങ്ങളുടെ കാര്യം അനുസമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു. സഹനങ്ങൾ വരുമ്പോൾ മുമ്പ് ഈ പറഞ്ഞ പോലെ മുറുമുറുപ്പാണ് നമുക്ക് ആദ്യം വരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഈശോയോട് പറയും, എനിക്ക് ക്ഷമിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഈശോ പറയും, എൻ്റെ ഈശോ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ലല്ലോ, നീയല്ലേ പറഞ്ഞത് എനിക്ക് എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റും, നീ എല്ലാം ഏറ്റെടുക്കുമെന്ന്, എന്താ എനിക്കിത് അപ്പം കർത്താവ് എനിക്ക് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ വചനങ്ങളിലൂടെയാണ്. നിനക്ക് ദൈവവചനം അറിയാഞ്ഞിട്ടല്ലേ തെറ്റുപറ്റിപ്പോയത്. ഇങ്ങനെയുള്ള ഒത്തിരി ഉൾക്കാഴ്ചകൾ അനുദിന ജീവിതത്തിൽ കർത്താവ് നമ്മളോട് കൂടെ നിന്ന് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. റോഷനേച്ചി പറഞ്ഞ പോലെ നമ്മൾക്കിതിൽ നിന്ന് കിട്ടുന്ന ഫോർമേഷൻ ക്ലാസ്സുകളിലൂടെയും ട്രെയിനിങ്ങുകളിൽ കൂടിയൊക്കെ നല്ല നല്ല ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ആ കിട്ടുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിതത്തെ ക്രമപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേഴ്സസ് മിനിസ്ട്രിയുടെ എന്ത് പ്രോഗ്രാമിന് പോകണമെങ്കിലും എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അസാന്നിധ്യത്തിലും മക്കൾക്ക് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ഹസ്ബൻഡിന് ദൈവം നല്ല കൃപ കൊടുത്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആ വചനം സ്ഥിരീകരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക്, ഈ പ്രാർത്ഥനകളിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേസമയം വചനം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. ആ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഈശോയിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഫിലിപ്പിയർ 4:17 ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. നമുക്കറിയാം, ഇതെല്ലാം നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്, നമ്മുടെ ബുദ്ധിക്കപ്പുറമാണ്. നമ്മളെ ഈ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കർത്താവ് വിളിച്ച് കൂട്ടി നിർത്തിയിരിക്കുന്നത് ഈ ദൈവരാജ്യം ലോകമെങ്ങും കാണുന്ന എല്ലാവരിലേക്കും പകരപ്പെടാനായിട്ടാണ്.
നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന രോഗികളിൽ, ശുശ്രൂഷിക്കുന്നവരിൽ, രോഗിയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ എല്ലാം ഈ സ്നേഹം പകർന്നു കൊടുക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ പേഴ്സണൽ മോട്ടോയായിട്ട് ഓരോരുത്തരും എടുത്തിരിക്കുന്ന യോഹന്നാൻ 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നുള്ള ആ ഒരു വചനം അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു വചനം നമ്മളിൽ പ്രാവർത്തികമാകുന്നത്. അതേ റോഷൻ, ഈ വചനം നമ്മളിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, നമ്മൾ ഈശോയെ വളരണമെങ്കിൽ നമ്മൾ കുറയണം. നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തി മേഖലകളിലുമൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. പലരോടും നമ്മൾ ക്ഷമിക്കണം. നമ്മളത് ചിലപ്പോൾ ഒത്തിരി നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് ഈശോയുടെ മഹത്വം നമ്മളിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ക്ഷമിക്കുന്ന സ്നേഹം നമ്മളുടെ നഴ്സുമാരിൽ എല്ലാവരും നിറയുവാണെങ്കിൽ നമുക്ക് തന്നെ ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ ചേച്ചി, അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും. ലോകമെമ്പാടുമുള്ള 2 കോടിയിലധികം വരുന്ന നേഴ്സുമാരും അവരുടെ കുടുംബങ്ങളും വിശുദ്ധരായി തീരുവാൻ വേണ്ടിയാണ് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവസ്നേഹം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുറയുകയും ഈശോ നമ്മളിൽ വളരുകയും അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. അങ്ങനെ ലോകമെമ്പാടുമുള്ള നഴ്സുമാരിലും അവരുടെ കുടുംബങ്ങളിലും ദൈവനാമം മഹത്വപ്പെടുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പൊന്നുതമ്പുരാനെ, അങ്ങയുടെ ഈ വലിയ കരുണയിലേക്ക്, കാരുണ്യത്തിലേക്ക് ലോകമെമ്പാടുമുള്ള നഴ്സുമാരെ ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുന്നു. അനുദിന ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷാ മേഖലയിൽ ഈ സ്നേഹം, ഈ കരുണ അവരുടെ ശുശ്രൂഷയിലൂടെ മറ്റുള്ളവരിലേക്ക് ചൊരിയപ്പെടാനായിട്ട് കർത്താവെ കൃപയാകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതുവരെയായിട്ടും ഹൃദയം തുറക്കാത്ത, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഹൃദയം തുറക്കാത്ത ഓരോ മക്കളെയും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ചാരാധിക്കാം. എല്ലാ രോഗാവസ്ഥകളെയും സാമ്പത്തിക തകർച്ചകളെയും തമ്പുരാനെ അങ്ങ് ഏറ്റെടുക്കണമേ. പാപസാഹചര്യങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നാം ശ്രവിച്ചുവല്ലോ. കർത്താവിനോടുള്ള സ്നേഹവും തീക്ഷ്ണതയും ഇവരുടെ ജീവിതത്തിൽ ഇനിയും വർദ്ധിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ പറഞ്ഞ ഒരു വാക്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:30 അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ എളിമയുടെ മനോഭാവം ലോകമെമ്പാടുമുള്ള നേഴ്സുമാരിൽ ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും
ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.